രാഷ്ട്രത്തിനായി കൂടി ജീവിക്കുന്നവരാകണം പുതുതലമുറയെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് കൊച്ചിയിൽ നടന്ന ബാലഗോകുലം ബാലനേതൃശിബിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സർസംഘചാലക്. സ്വാർത്ഥത വെടിഞ്ഞുള്ള ജീവിതമാകണം മുന്നിലുള്ള വഴിയെന്നും ഡോക്ടർ മോഹൻ ഭാഗവത് പറഞ്ഞു. വിവേകാനന്ദ സ്വാമികളും നാരായണ ഗുരുവുമെല്ലാം നിസ്വാർത്ഥരായി മറ്റുള്ളവർക്കായി ജീവിച്ചവരാണ്. ശ്രീകൃഷ്ണ ഭഗവാനും വ്യക്തിസുഖത്തിന് ശ്രമിച്ചിട്ടില്ല. വിപത്ത് ഘട്ടങ്ങളിൽ നമ്മളെ മറന്ന് നാം രാഷ്ട്രത്തെ രക്ഷിക്കണം. സ്വന്തം കാര്യം നോക്കാനുള്ള ഉപദേശങ്ങൾ ചിലരിൽ നിന്നുണ്ടാകുമ്പോഴും ആശയക്കുഴപ്പത്തിലാകരുതെന്നും ഡോക്ടർ മോഹൻ ഭാഗവത് കുട്ടികളോട് പറഞ്ഞു. നമ്മുടെ നാടിന്ന് ലോകത്തിന് മുന്നിൽ കരുത്തോടെ നിൽക്കുകയാണ്. ദേശത്തിന് വേണ്ടി കൂടി ജീവിക്കുന്നവരാകണം ഓരോരുത്തരുമെന്നും സർസംഘചാലക് കൂട്ടിച്ചേർത്തു. पहली बात है ये ध्यान रखना, अपना करियर और देश के लिए काम करना ये विरोधी बातें नहीं है. करियर यानी क्या, इसको सोचना पड़ता है. तो कहानियां तो हम स्वामी विवेकानंद की बताते हैं, कहानियां तो श्री नारायण गुरु की बताते हैं. उन्होंने स्वयं के लिए क्या किया? कुछ नहीं किया. कहीं चुनाव में चुन के आए कि वार्ड मेंबर तो भी बने क्या? नहीं बने. कितना पैसा कमाते थे? पैसा नहीं कमाया. उन्होंने अपना सब कुछ सबके लिए दिया और देने का अहंकार नहीं किया, ये समझ के किया कि हमको सबसे मिलता है उनको वापस देना है. त्वदीय वस्तु गोविंदम तुभ्यमेव समर्पितम. ബാലഗോകുലം സുവർണജയന്തി ആഘോഷങ്ങളുടെ സമാപനത്തിന്റെ ഭാഗമായാണ് സുവർണാമൃതം ബാലനേതൃശിബിരം സംഘടിപ്പിച്ചത്. എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ നടന്ന ശിബിരം ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ മാലയാർത്തി ഡോക്ടർ മോഹൻ ഭാഗവത് ഉദ്ഘാടനം ചെയ്തു. ഇതിനൊപ്പം വിവിധ തലങ്ങളിൽ കഴിവുകൾ തെളിയിച്ച 51 ബാലപ്രതിഭകളും ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് ഭാവി ഭാരതം പ്രേരണയും പ്രതീക്ഷയും എന്ന വിഷയത്തിൽ സർസംഘചാലക് പ്രഭാഷണം നടത്തി. ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ ആർ പ്രസന്നകുമാർ അധ്യക്ഷത വഹിച്ചു. സീമ ജാഗരൻ കല്യാൺ മഞ്ച് രക്ഷാധികാരി എ ഗോപാലകൃഷ്ണൻ സർസംഘചാലകിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തി. സ്വാഗത സംഘം ചെയർമാൻ TS പട്ടാഭിരാമൻ, കരിയർ ഗുരു ഡോക്ടർ ആർ വെങ്കിട്ടരാമൻ എന്നിവർ പങ്കെടുത്തു. ജനം, കൊച്ചി.